ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടന്ന സംഭവത്തിൽ ABVP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈശ്വരപ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈശ്വരപ്രസാദ്, കേരള യൂണിവേഴ്സിറ്റിയിലെ സംഭവവികാസങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. പ്രത്യേകിച്ചും വൈസ് ചാൻസലറെ ഘൊരാവ് ചെയ്യുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് കേടുപാട് വരുത്തുന്നു. വാഹനത്തിൻ്റെ കാറ്റ് അഴിച്ചുവിടുന്ന സാഹചര്യം. സിൻഡിക്കേറ്റ് സർവകലാശാലയ്ക്കുള്ളിലാണെന്ന് കരുതണം. സർവകലാശാലയുടെ സുരക്ഷാ ഭടന്മാരുണ്ട്, പോലീസുണ്ട്. ഇവരൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് SFI അവിടെ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട് ഈശ്വരപ്രസാദ്? ഇത് അവരുടെ സ്ഥിരം സ്വഭാവമായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ പോലീസും മറ്റും ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മീറ്റിംഗ് തൊട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതാണ്. ഗവർണറെ ഖരാവോ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഉന്നത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന എല്ലാവരെയും ഖരാവോ ചെയ്യുക എന്നുള്ള സ്ഥിരം പരിപാടിയായിട്ട് മാറിയേക്കാണ്. ഈ സിൻഡിക്കേറ്റ് ഇലക്ഷൻ മാത്രമല്ല, നമുക്കറിയാം ക്യാമ്പസുകളുടെ ഇലക്ഷന് ഇതേപോലെ തന്നെ SFI തോക്കും എന്ന് വിചാരിച്ചാൽ ഉടനെ ബാലറ്റ് പേപ്പർ കീറി എറിയുന്ന അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളിനെ ഉപദ്രവിക്കുന്ന നിലപാട് അവർ ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് തന്നെയാണ് ഇന്ന് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മീറ്റിംഗിലും കാണാൻ വേണ്ടി സാധിച്ചു. ഇത്തരത്തിൽ അവർ തോൽക്കും അല്ലെങ്കിൽ അവരുടെ ആൾക്കാരെ കുത്തിക്കയറ്റുന്ന പരിപാടി അവസാനിക്കാൻ പോവുകയാണ് എന്നറിയുന്ന സമയത്ത് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളാണ് ഇതെല്ലാം. ഇതിനെല്ലാം പോലീസും യൂണിവേഴ്സിറ്റി മറ്റധികം ജോലിക്കാരും ഒക്കെ ഇതിന് സപ്പോർട്ടാണെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പേടിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് വരെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഇത് കേവലം SFI മാത്രം ചെയ്യുന്നതല്ല, മൊത്തം ഇടതുപക്ഷ എക്കോ സിസ്റ്റത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് SFIക്കാർ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്.